ചുവടെയുള്ളവയിൽ ആംസ്ട്രോങ് സംഖ്യ ഏതാണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. 4 ഓപ്ഷനുകളുണ്ട്. ഇതിൽ ആംസ്ട്രോങ് സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ജോലി. അപ്പോൾ ചിലർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലായിരിക്കാം, ചിലർക്ക് ആംസ്ട്രോങ് സംഖ്യയെ പറ്റി അറിയാമായിരിക്കും. അങ്ങനെ അറിയാവുന്നവർ ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്യുക, നിങ്ങളുടെ ആൻസർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി അറിയാത്തവർക്കായിട്ട് നമ്മൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ആംസ്ട്രോങ് സംഖ്യ എന്ന് നോക്കാം. ഇതിന്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. എന്താണ് ആംസ്ട്രോങ് സംഖ്യ എന്ന് നോക്കാം. ആംസ്ട്രോങ് സംഖ്യ എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ ക്യൂബുകളുടെ തുക എടുക്കുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആംസ്ട്രോങ് സംഖ്യ. നിങ്ങൾക്ക് മനസ്സിലായി കാണണമെന്നില്ല. നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ഞാൻ 371 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ 371 എന്ന സംഖ്യയുടെ അക്കങ്ങളുടെ ക്യൂബുകളുടെ തുക, അക്കങ്ങൾ ഏതൊക്കെയാണ്? 3, 7, 1. സോ അക്കങ്ങളുടെ ക്യൂബുകളുടെ തുക കണ്ടോ, അക്കങ്ങളുടെ ക്യൂബ് എടുക്കുന്നു, തുക എടുക്കുന്നു. ഈ തുക കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 371 തന്നെ കിട്ടുന്നുവെങ്കിൽ നമുക്ക് ഇതിനെ ആംസ്ട്രോങ് സംഖ്യ എന്ന് പറയാം. നോക്കാം നമുക്ക്. 3ന്റെ ക്യൂബ് എത്രയാണ്? 3ന്റെ ക്യൂബ് 27 ആണ്. പ്ലസ് 7ന്റെ ക്യൂബ് എത്രയാണ്? 343 ആണ്. 1ന്റെ ക്യൂബ് എത്രയാണ്? അത് 1 തന്നെ. നമുക്കിത് കൂട്ടി നോക്കാം. 300ഉം 143ഉം 27 കൂട്ടുമ്പോൾ 370 എന്ന് കിട്ടും. 370 പ്ലസ് 1 371 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ആംസ്ട്രോങ് സംഖ്യ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്ന ക്വസ്റ്റിൽ നമുക്ക് ഏതായിരിക്കും ആംസ്ട്രോങ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് കിടക്കുന്ന 153 നമുക്ക് നോക്കാം. 153 എന്ന് പറയുന്നതിന്റെ അക്കങ്ങളുടെ ക്യൂബുകളുടെ നമുക്ക് നോക്കാം. എന്താണ്? 1ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്. 1ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്. സോ ഇത് കൂട്ടിയെടുക്കുകയാണ്. അപ്പൊ 1ന്റെ ക്യൂബ് എത്രയാണ്? അത് 1 ആണ്. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ദെൻ 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. കൂട്ടി നോക്കാം നമുക്ക്. 125ഉം 27 കൂട്ടുമ്പോൾ 152 എന്ന് കിട്ടും. 152 പ്ലസ് 1 153 കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യ വിളിക്കുന്ന പേരാണ് ആംസ്ട്രോങ് സംഖ്യ എന്ന് പറയുന്നത്.